മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഇന്ത്യയൊട്ടാകെയല്ല ലോകമൊട്ടാകെ പേരുകേട്ട നമ്മുടെ സ്വന്തം കേരളം കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞ പോലെ 2026 BJP അധികാരത്തിൽ വരികയാണെങ്കിൽ മറ്റൊരു ഒഡീഷയായി മാറും എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ഒഡീഷ എന്ന് 3 വീഡിയോകളിലൂടെ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് രഹസ്യമായി വിവാഹം കഴിച്ചതിന് കഴിഞ്ഞ ദിവസം, അതായത് 9 ജൂലൈ 2025 ഒരു യുവമിഥുനങ്ങളെ കാളകളെപ്പോലെ കലപ്പയിൽ കെട്ടി ഒഡീഷയിലെ റായഗാഡ ജില്ലയിൽ നിലമുഴുവിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ 2 പേർ ചെയ്ത ഏക തെറ്റ് അവർ സ്വതന്ത്രമായ രാജ്യത്ത് സ്വതന്ത്രമായി വിവാഹം കഴിച്ചു എന്നത് മാത്രമാണ്. ആചാരങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞായിരുന്നു ഒരു കൂട്ടം ഭീകരവാദികൾ ഈ മനുഷ്യരെ ഇത്ര ഭീകരമായി വേട്ടയാടിയത്. ഇനി രണ്ടാമത്തെ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. സംഭവം നടന്ന ദിവസം 23 ജൂൺ 2025. ഈ ദൃശ്യങ്ങളിൽ റോഡിൽ കൂടി ഇഴയുന്ന 2 ദളിത് ചെറുപ്പക്കാർ ചെയ്ത തെറ്റ് അവരുടെ വീട്ടിലേക്ക് വളർത്താനായി കുറച്ച് പശുക്കളെ വാങ്ങി യാത്ര ചെയ്തു എന്നത് മാത്രമാണ്. പശുക്കടത്താരോപിച്ച് ഗോരക്ഷാവാദികൾ ഇവരുടെ തല മുണ്ഡനം ചെയ്യുകയും അവരെ കൊണ്ട് വേസ്റ്റ് വെള്ളം നക്കി കുടിപ്പിക്കുകയും റോഡിലൂടെ മുട്ടിലിഴയിക്കുകയും ചെയ്തു. ആദ്യം കേസ് ഏറ്റെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നും പിന്നീട് വീഡിയോ വൈറലായപ്പോഴാണ് 9 പേരെ അറസ്റ്റ് ചെയ്തതെന്നും ഈ ഇരകൾ തന്നെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. പുല്ല് തിന്നാനും ഓടയിൽ നിന്നും മനുഷ്യരെ വെള്ളം കുടിപ്പിക്കുവാനുമൊക്കെ ഈ ഹിന്ദുത്വവാദികളായ ഗോരക്ഷകർക്ക് ആരാണ് ഒഡീഷയിൽ അനുവാദം നൽകിയത്? BJP 2024 ജൂണിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അവിടെ മുഖ്യമന്ത്രിയായി ഒരു കടുത്ത RSSകാരൻ കൂടിയായ മോഹൻ മജ്ഹി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഗോരക്ഷാ പ്രവർത്തകരുടെ ആക്രമണം ഈ പറയുന്ന ഒറീസയിൽ അതിഭീകരമായി നടക്കാൻ തുടങ്ങുന്നത്. ഇനി മൂന്നാമത്തെ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ ദൃശ്യങ്ങളിലുള്ളത് ഒരു ക്രിസ്ത്യൻ യുവതിയും മറ്റൊരു ഹിന്ദു യുവതിയുമാണ്. ഇരുവരും ചേർന്ന് ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ ശ്രമിച്ച തെറ്റിനാണ് ഹിന്ദുത്വവാദികളുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജ്രംഗ് ദളിൻ്റെയും പ്രവർത്തകരുടെ സംഘം ഇവരെ അതിഭീകരമായി ഒരു മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ക്രിസ്മസ് കേക്ക് മുഖത്ത് പൂശുകയും ചെയ്തത്. ഈ സംഭവം ആ സമയത്ത് ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും ദേശീയ തലത്തിൽ ഒരു മാധ്യമം പോലും ഈ വിഷയം ഏറ്റെടുത്തില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഒരു ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ, ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ പേരിൽ 2 സ്ത്രീകൾ ഇത്ര ഭീകരമായി വേട്ടയാടപ്പെട്ടിട്ടും അവർക്കതൊരു വാർത്തയായിരുന്നില്ല. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മറച്ചു പിടിക്കുന്നത് കൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നത്. ഇത്തരം ദൃശ്യങ്ങൾ, ഇത്തരം വാർത്തകൾ, ഇത്തരം അറിയപ്പെടാതെ പോകുന്ന സംഭവങ്ങൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോകൾ കൂടി കണ്ട് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജയ് ഭീം, ജയ് ഹിന്ദ്.